അത് നല്ല ഫുഡാണ്, നല്ല കൈപ്പുണ്യാണ്, വേറെ റേഞ്ചാണ് അത്. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളെ. പിന്നെ ടൂറിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നല്ല ടൂറായിരുന്നു. പിന്നെ അവിടെ നമ്മളൊരു ടെമ്പിളിൽ പോയാലോ, ഈശ ടെമ്പിളിൽ പോയാലോ എനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ എനക്ക് ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരാളെ കാഴ്ചപ്പാട്. ആടുന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ അബിയാന്ന് നമുക്കൊരു കളർഫുള്ളാക്കി തന്നത്. അബിന്റെ ഫോണ് പോകുന്നത് ആടുന്നാണ് ഫുൾ കളർഫുള്ളായിട്ട്. സത്യം പറഞ്ഞാൽ ആ ഫോണ് പോയോണ്ട് ഒരു 1.5 മണിക്കൂർ സമയം അടിച്ചു പൊളിച്ച് നല്ല രസമുണ്ടായിരുന്നു. അബിക്ക് നന്ദി. പിന്നെ അബി ലൈറ്റ് കാണിച്ചാൽ കൂട്ടിയിട്ട് വരുമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോ നമ്മളെ സ്വന്തം ഷിനോ ചേട്ടൻ സ്നേഹിച്ചവണിരുത്തനെ കല്യാണം കഴിച്ച് സ്നേഹത്തിന് ശരിയായ എന്താ പറയാ നമ്മളെ പ്രതിപുരുഷൻ അതാണ് ഷിനോ ചേട്ടൻ. രാത്രി പോലും ഞാൻ വെച്ച് ഫോണിലെന്ന് ചോദിച്ചാൽ ഇപ്രകടന്നെ ഒരേ സംസാരം. ഞാൻ വെച്ച് ഓളോടായിരിക്കും സ്നേഹം കൊണ്ട്. കുറെ കഴിഞ്ഞ് ഞാൻ ഗെയിം കളിക്കലായിരുന്നു. ഗെയിം കളിച്ച് ഒരു ലൂഡോ നിൽക്കുന്ന ലൂഡോ കളിക്കലായിരുന്നു. ഇങ്ങനെ വൈച്ചോയ ടെൻഷനിലേക്ക് കൊണ്ട് ഒരു ചങ്ങായി അമ്മേ പറഞ്ഞിട്ട് എണീച്ചിട്ട് നടക്കുന്നത് തിരിച്ച് അതിനോട് കോടയിലും വിളിക്കുന്നില്ല. ഞാൻ ഇതിനോട്ട് വരുമ്പോൾ ഇതിനോട്ടൊന്നും എന്നിട്ട് വീണ്ടും വന്ന് കിടന്ന് ഓളോട് സംസാരിക്കാൻ തന്നെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഭയങ്കര അതാണ് ഷിനോയാട്ടുന്ന സ്നേഹം. എല്ലാരും കാണണം. എന്നാൽ ആ ചൂടില്ലല്ലോ. എന്റെ അഞ്ചു എന്നാ വിളിക്കുന്നുണ്ടായിട്ട് നീട്ടി വിളിക്കും ഷിനോട്ടെ. അതില് അതാണ് ഷിനോ ചേട്ടന്റെ ഇത്. എല്ലാരും കണ്ടുപിടിക്കണം ഷിനോ ചേട്ടനാ. ഒരു കാമുകരെ അതുപോലെയാണ് ഷിനോ ചേട്ടൻ. ഈ ടൂർ വന്നേരം അങ്ങനെ വേറെ അല്ല സംഭവം മാറിപ്പോരാ. അങ്ങനെയല്ല സംഭവം മാറിപ്പോരാ. പിന്നെ ടൂറെല്ലാം അടിപൊളിയായിരുന്നു, ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞു. പിന്നെ നമ്മളെ ഡ്രൈവർ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ സബ്മിറ്റ് അതൊരു ഗതികേടുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ. ഹലോ, അടുത്തത് വീട്ടുകാർക്ക് സുഭാഷ്, എന്നാൽ നമ്മൾക്ക് വിജേഷ്. വിജേഷ് കമോൺ, കണ്ണൂർ വിജേഷ്, ബിഗ് വ്ലോഗ്. എനക്ക് ആദ്യമായിട്ട് തന്നെ പറയാന്ന് വെച്ചാല് ടൂറ് അടിപൊളിയാണ്. ഭയങ്കര സങ്കടമുണ്ട്. ഫിരോസ് സാറിനോട് പാലക്കാട് പോവാന്ന് പറഞ്ഞാലും ആ ശിവന്റെ ലൈറ്റ് അത് കാണണം. പിന്നെ നമ്മളെ ഡാമിൽ പോയിട്ട് ആ റോപ്പ് അതിൽ കയറണം. അത് രണ്ടും കിട്ടിയില്ല. അത് ഭയങ്കര സങ്കടമാണ് സത്യം പറഞ്ഞത്. പക്ഷെ നമ്മളാരും അറിയിച്ചിട്ടില്ല. വിഷമം കൊണ്ടാണ്, നല്ല വിഷമമുണ്ട്. പിന്നെ ടൂറെല്ലാം അടിപൊളിയാണ്. പിന്നെ അഭി കൊണ്ടുവന്ന് 2 ആൾക്കാർ അവര് അടിപൊളി എന്ന് വെച്ചാല് വേറെ വൈബ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ അവര് നമ്മളെ നല്ല കമ്പനി ആണെങ്കിൽ അവര് വിളിച്ചാൽ നമ്മൾ പോകില്ല. എന്നുവെച്ചാൽ ആദ്യം കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് അവര് വരുന്നത്. നമ്മളാരും അങ്ങനെ പോകാൻ സാധ്യതയില്ല. ഇല്ല, ആരും പോകില്ല. പക്ഷെ അവര് വന്ന് അടിപൊളി സീറ്റിൽ ഇരുന്നില്ല. പിന്നെ 2-3 ആൾക്കാരുണ്ട്. ഫുഡ് കഴിക്കുക ഉറങ്ങുക, ഫുഡ് കഴിക്കുക ഉറങ്ങും. പക്ഷെ അവര് സീറ്റിൽ എണീച്ചിട്ട് അത് കുഴപ്പമില്ല. കുറ്റം പറയുന്നല്ലേ, വിഷമം കൊണ്ട് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 2 ആൾക്കാരെ കൊണ്ടുവന്ന വേറെ ടീമുണ്ട്. അവര് ഉണ്ടായിപ്പോ അവര് തീരെ പോരാ. സത്യം എന്നുവെച്ചാല് ഇതുവരെ അവര് നമ്മളിപ്പോ നമ്മള് വിളിച്ചാല് ഡാൻസ് കളിക്കാൻ വരുവാ അങ്ങനത്തെ ഒരു ഫീല് അനക്ക് അനുഭവപ്പെട്ടില്ലേ. വിഷമം കൊണ്ടാണേ, ആരൊന്നും വിചാരിക്കാൻ പറ്റില്ല. അതാണ് ടൂറിനെ കുറിച്ച് പറയാനില്ലേ. പിന്നെ റൂം അടിപൊളിയാണ്. പക്ഷെ പൈസ മുതലായിട്ടില്ല. റൂം ആകെ ഉറങ്ങാൻ മാത്രമാണ് റൂമിൽ പോയി. അത് ഭയങ്കര സങ്കടമുണ്ട്. ഇത്രയും പൈസ കൊടുത്തിട്ട് റൂം നമ്മൾ ഉറങ്ങാൻ മാത്രം പോയ ഫീലുണ്ട്. വേറെ ഇപ്പൊ സബ്സ്ക്രൈബിനെ കുറിച്ചൊന്നും പറയണ്ട.
സെപ്പറേറ്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര സങ്കടമായി ഇപ്പൊ സെപ്പറേറ്റിന്. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളെല്ലാം സെപ്പറേറ്റിനെ പരിചയപ്പെട്ടില്ലേ? എന്നെ എവിടുന്ന് കണ്ടെങ്കിൽ സപ്പനാന്ന് വിളിക്കണം, എല്ലാം വിഷമാവും. അല്ലെങ്കിൽ വിഷമം എന്ന് വെച്ചാൽ മരണ വിഷമായിരിക്കും. നിങ്ങൾ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ നോക്കൂല. എന്നാ കാരണം ഇതാണ്, അന്ന് കണ്ടിട്ട് ചീച്ചില്ല. എല്ലാ കാര്യത്തിൽ പറയാണ് ഒരാളെ ഇതാണ്. പിന്നെ നമ്മളെ രാഖിയാന്ന് സുവിശേഷിച്ച് അവര് സ്നേഹമില്ല മനുഷ്യന്മാർ. എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ഫോട്ടോ ഇടൂ, വൺ ടൈം ഇടൂ, നമ്മളപ്പാടെത്തും. അത് സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ ഇട്ടാൽ നമ്മൾ വരും. അപ്പത്തെ കരയാലും ഇപ്പത്തെ കരയാലും വരും, ഏത് കരക്കായാലും വരും. പിന്നെ ഈ ടൂർ കൊണ്ടുള്ള ഉപകാരം എന്നാലും ഒരു കുടുംബം പോലെയാണ് എല്ലാവരും. ഇതുവരെ എല്ലാവരും കുടുംബം പോലെയാണ്. ഇതാ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് വിഷമൊന്നുമില്ല, വിഷമം എല്ലാവർക്കും. പിന്നെ ഇരോസാറിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് ഇരോസാർ ഇങ്ങനെയൊന്നല്ല. ഇരോസാന്റെ സങ്കടം വന്നു കഴിഞ്ഞാലേ, വിഷമം വന്നു കഴിഞ്ഞാൽ ബാക്ക് പോയിരിക്കും. ഉച്ചക്ക് ഇരുന്നിട്ടാണില്ലേ വിഷമം കൊണ്ടാണ്. ഇരോസാറിന് എപ്പെല്ലാം ബാക്ക് പോയിരിക്കുന്നോ ഇരോസാറിന് ഭയങ്കര വിഷമവും അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാവും. അതിൽ നമ്മളോട് പറയാ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയില്ല. നമ്മള് കുടുംബക്കാരായോണ്ടല്ലേ ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം തുറന്ന് അടുത്ത ടൂറിന് എല്ലാരും ഉണ്ടാവൂലേ? ഇപ്പൊ ഇനി 2 മണി വരെ പാട്ട് വെക്കൂ, അതാണ് തീരുമാനം. ബാക്കി എപ്പത്തേക്ക് വീട്ടിലെത്തും. ആരും ഉറങ്ങാൻ വിടൂല. ഇപ്പം പറഞ്ഞ 2 ആൾക്കാർ വീട്ടിൽ ഡാൻസ് കളിക്കണോ. ഡാൻസ് അറിയില്ലെങ്കിൽ ഇവിടെ നിന്നിട്ടെങ്കിൽ കയ്യെങ്കിൽ മുട്ടണം. അത് പറയാൻ പറഞ്ഞൊരു വിഷമം ഞാൻ പറയാം. നമ്മളെ ദിൽനേച്ചിന്റെ ഡാൻസ് കണ്ടിട്ട് നമ്മൾ മുമ്പിലേക്ക് വിളിച്ചു. അപ്പൊ നമ്മളെ ടീമിലെല്ലാം ഭയങ്കര വിഷമം. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ അവര് ഇഷ്ടമായിട്ടില്ലേ? എല്ലടാ അതല്ല, അവര് ഭയങ്കര സ്റ്റെപ്പ്, നമ്മളവരപ്പം ഇങ്ങനെ കളിക്കുക, അങ്ങനെയാ പറഞ്ഞത്. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമായി പിന്നെ അവരെ ഞാൻ വിളിച്ച് മുമ്പിലേക്ക് പോവാന്ന്. ഞാൻ അവരെ മുമ്പിലേക്ക് വിളിച്ചേരെന്നാ പറയാ. അവർക്കൊന്നും താല്പര്യമില്ലാത്ത പോലെ. അപ്പൊ ഇല്ലേ, പിന്നെ ഇഷയെ പോയിട്ട് അബീനെ കൊണ്ടാണ് നമുക്ക് കാണാതെ. അത് ഭയങ്കര വിഷമമുണ്ട്. അബീന്റെ ഏട്ടനൊന്നല്ല, അപ്പൊ അബീന്റെ ഏട്ടന്റെ ട്രാവലറില് വരൂ, എണ്ണ അബി തന്നെ അടിക്കൂ, ചെലവ് കൊടുക്കൂ. അത് ഈ ടൂറ് ഇറങ്ങുന്ന മുമ്പിൽ ഡേറ്റ് പറയണം. 12 സീറ്റാണ്. നമ്മൾ 9 പേരുണ്ട്, ബാക്കിയുള്ളവർക്ക് വരാം. 12 സീറ്റ് വണ്ടിയാണ്. 9 ആൾക്ക് എന്തായാലും വരാം. ബാക്കി അത് തീരുമാനമാക്കണം. പിന്നെ അർജുനെ കുറിച്ച് എന്താ പറയാനല്ലേ? അർജുന്റെ വലിയ സംഭവം. അർജുനൻ കേട്ടില്ലേ? എന്നാ ഓണടിക്കടാ. എന്നാ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ബസ്? ഇല്ലപ്പ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അടുത്ത ടൂറിനെ കുറിച്ച് ഇരുപത് പറയൂ. ഇതൊക്കെ പറയാനില്ലേ? പക്ഷെ ശിവന്റെ ലൈറ്റ് കണ്ടിട്ടില്ല. അബിയോട് പ്രത്യേകിച്ച് എന്താ പറയാനില്ല വെച്ചാല് നാട്ടിലെത്തിയിട്ട് നമ്മള് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നാണക്കേടാണ്. അതെല്ലാം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഫുഡ് അടിപൊളിയായിരുന്നു. ഉച്ചക്ക് കഴിച്ച ഫുഡിനെ കുറിച്ച് എല്ലാരും എന്തല്ലോ പറഞ്ഞു. നല്ല ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി കഴിച്ചു, അടിപൊളി. ചോറ് അങ്ങനെ കിട്ടും. ഇങ്ങനെ റേഷൻ അരി നിങ്ങൾക്ക് റേഷൻ അരി ആക്കി തരുവാ. പിന്നെ റേഷൻ അരി ഇരുന്നവർക്ക് കുറുവ കൊടുത്താൽ എങ്ങനെയാ പറയാ? ചോറ് ഇങ്ങനെയാണല്ലേ പറയൂ. അമ്മോ അവരങ്ങനെ പറഞ്ഞത്. അത്രേ പറയാലോ. ഓക്കെ, അപ്പോ ചന്ദ്രദാസേട്ടൻ ഒരു പാട്ട് പാടും. പാടുന്നില്ലേ? അപ്പൊ നാട്ടില് നല്ല മഴ പോലും, എല്ലാവരും കൊടയിലെടുത്തില്ലേ? നാട്ടിൽ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്.
ഐ